ചെയ്താൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടു. കുറേ നാളായാലും ഇവൻ എന്നെ പൊട്ടൻ മണ്ടൻ വിളിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ്? വീഡിയോ വളച്ചൊടിച്ചിട്ട് ഇവൻ എന്തൊക്കെയാണ് മാറ്റി പറയുന്നത്. ഇവൻ പണ്ട് ഒരിക്കൽ പറഞ്ഞാണ് നീ മീഡിയക്കാരാണ് നിന്നെ ഈ അവസ്ഥയിലെത്തിച്ചാണ്. ഇപ്പം എല്ലാം മാറ്റി പറയുകയാണ്. ബാലയുടെ കേസിൽ 10 ലക്ഷം രൂപ ഇവൻ ചോദിച്ചതാണ്. ആ ഓഡിയോ ക്ലിപ്പ് ലീക്കായതാണ്. ഇവൻ്റെ കൂടുതലുള്ള പല ആൾക്കാരും പറഞ്ഞാണ് എന്നോട്. ഇവൻ ഒരുപാട് കള്ളം പറയുന്നുണ്ട്. മോഹൻലാൽ ഒരു മികച്ച നടനായിട്ട് ആവറേജ് ആക്ടറാണ് പറയുന്നത്. ഇവൻ പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത്? എന്താ അവിടെ സംഭവിച്ച കൂടി? പക്ഷേ ഒരാളെ പ്രാർത്ഥന വിളിക്കുന്നത് എങ്ങനെ ഇവനെ ന്യായീകരിക്കുന്ന? ഇവൻ പറഞ്ഞു ഇവനെ ഞാൻ എൻ്റെ ബന്ധം വയ്ക്കുന്നില്ല, എനിക്ക് ഇവനെ ബന്ധം വയ്ക്കാൻ താല്പര്യമില്ല. ഇവന് മനുഷ്യത്വമില്ല. ഇവന് ഒരു മനുഷ്യത്വവും ഇല്ല. ഇവൻ്റെ ഒരു ജിസ്സു ആണ് ഇവൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് അറിയാവുന്ന ആളാണ്. അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായി, ബെഡലിൽ കണ്ടീഷൻ വളരെ മോശമായപ്പോൾ ഇവൻ തിരിഞ്ഞ് നോക്കിയില്ല. അങ്ങനെ ചെയ്തതാണ്. ഇവന് എന്ത് മനുഷ്യത്വം ഇവനുണ്ടെന്ന് പറയണം. സ്വന്തം അപ്പനെ ഇവനോട് സംസാരിക്കില്ല. ഇവനൊരിക്കൽ പറഞ്ഞു ഇവൻ്റെ അപ്പനും അമ്മയും മരിച്ചു പോകുന്നത് നല്ലതാണ് എന്നുപോലും പറഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞോണ്ടാണ് ഇവൻ. എന്ത് ക്വാളിറ്റി ഇവനുള്ളത്? അവൻ ബ്രൈറ്റിനെ അറേഞ്ച് ചെയ്തോളൂ എനിക്ക് വേണ്ടി. എൻ്റെ ഫ്ലാറ്റ് അടിച്ച് വരാൻ നോക്കിയാണ് ഇപ്പോൾ ഡയലോഗ് ഓർക്കാൻ വരുന്ന. അവൻ ട്രാൻസ്ജെൻഡർ കേസിലുള്ള അഡ്വക്കേറ്റിനെ കൊണ്ട് കാശ് ആകാൻ നോക്കിയതാണ്. പരലുള്ള പൊട്ടനാണ്. അവൻ്റെ കാശ് നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. ഇവന് പണിയെടുക്കാൻ വയ്യ. പിന്നെ എന്നെ പ്രാന്തൻ പൊട്ടൻ മണ്ടൻ എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഇവനെന്താണ്? ഇവൻ ആരാണ്ട് വിചാരം? ഞാൻ വന്നടിയായിട്ട് ഞാൻ പോകണില്ല, ഞാനും പോകണമെന്നില്ല. വന്നടിയായിട്ട് ഫേമസ് സെക്രട്ടറിയായിട്ട് പറഞ്ഞില്ല. വന്നടിയായിട്ട് എങ്ങനെ എല്ലാവരും പറയണ്ടല്ലോ വന്നടിയായിട്ട് എങ്ങനെ ഫേമസ് ആയത്? ഏത് സെലിബ്രിറ്റി കൊണ്ടാണ് വന്നടിയായിട്ട് ഫേമസ് ആയത്? ശരി, വന്നടിയായിട്ട് പണ്ടേ ഉണ്ട്. അതായിട്ട് എന്ത് കാര്യം? വന്നടിയായിട്ട് ഫേമസ് ആയത് എപ്പോഴാണ്? പണ്ട് ഏപ്പടോ ഒന്ന് തിയേറ്ററായിട്ടാണ് അറിയപ്പെട്ടത്. വന്ദേ തിയേറ്റർ എങ്ങനെ ഫേമസ് ആയത്? എത്രയോ സെലിബ്രിറ്റീസ് വന്നിക്കണം. അവരുടെ പേരിൽ അതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. സെക്രട്ടറിയായിട്ട് വ്യക്തമായിട്ട് പറയണ്ടല്ലോ. എത്ര പേര് പറയുന്നു? വന്ദേ തിയേറ്ററിൽ എത്രയോ സെലിബ്രിറ്റീസ് വരും. അവരുടെ പേരിലാണ് ഫേമസ് ആയത്. എങ്ങനെയാണ് വന്ദേ തിയേറ്റർ അറിയപ്പെട്ടത്? ആറാട്ടനിലൂടെയല്ലേ? ഏത് സെലിബ്രിറ്റിയിലൂടെയാണ് തിയേറ്റർ വന്ദേ തിയേറ്റർ ഫേമസ് ആയത്? ഇവൻ എന്ത് പറഞ്ഞിട്ടാണ് ആ തിയേറ്റർ ഓട്ടനെ എന്നെ ആയിരിക്കുന്നത്? ഒരാളെ പ്രാന്തനെ വിളിക്കുന്ന? ഇവൻ എന്ത് മനുഷ്യത്വമുണ്ടെന്ന് പറയുന്നത്? അവൻ മനുഷ്യത്വം ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇവന് ഡ്രഗ്സ് അടിച്ച് പെണ്ണും പിടിച്ച് കിടക്കാൻ അറിയാം. വേറെന്താ ഇവൻ അറിയുന്നത്? ഇവൻ ഗോപി സുഭദ്രനെ അനുകൂലിച്ചാണ്. എന്താ മോഹൻലാലിൻ്റെ അടുത്ത് മോഹൻലാൽ ഇവൻ എന്ത് ചെയ്തു? ഒരുപാട് മോഹൻലാലിൻ്റെ ചെകുത്താൻ സ്ഫടിക പറഞ്ഞ സിനിമയിലെ ചെകുത്താൻ പേരിട്ടാണ് വന്നത്. എടാ എനിക്ക് നിന്നെ വേണ്ട, നീ എന്നെ വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ വേണ്ട. ഞാൻ എന്നിപ്പോൾ കുറച്ച് മുമ്പ് ഫോൺ ചെയ്തായിരുന്നു. അറിയേണ്ട നിൻ്റെ വീഡിയോ ഞാൻ കണ്ടത്. നീ അത്ര വലിയ നല്ല മനുഷ്യനൊന്നല്ല. അത്ര നല്ല മനുഷ്യൻ നീ നന്മ അറിയുകയും വേണ്ട. നീ നല്ല മനുഷ്യൻ. നിന്നെ പല സാഹചര്യത്തിലും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നീ തനി തെക്കൻ തന്നെയാണ്. ഒരു മനുഷ്യത്വം നിനക്കില്ല. ഇപ്പോൾ ഫെബ്രുവരി 20 കേസ് ഉണ്ട് ബാലയുടെ. ഒരു അഡ്വക്കേറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടില്ല. എത്ര വെറും ഉഴപ്പനാണ്. ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് ഉഴപ്പനാണ്. ഒരു കാര്യം ഇവിടെ ഭരിക്കുകയും ചെയ്യില്ല. ഒരു സമയത്ത് വരാൻ പറഞ്ഞാൽ ആ സമയത്ത് വരില്ല. വെറും ഉഴപ്പനാണ്.